നമസ്കാരമുണ്ട്. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും അതുപോലെ എല്ലാ വീട്ടമ്മമാർക്കും BJP പ്രസിഡൻറ്റിനും ഒരു നമസ്കാരം. ഞാനിന്ന് നമ്മുടെ നിലമ്പൂരിലെ ഇലക്ഷനൊക്കെ വരാൻ പോകല്ലേ, ഒരു ചെറിയൊരു വീഡിയോയുടെ ഇലക്ഷൻ കഴിഞ്ഞോന്ന് തന്നെ അറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ വീഡിയോ TV ഇല്ല, അതുകൊണ്ട് അറിയില്ല. എന്തായാലും അടുത്ത ഇലക്ഷനും കൂടി വരാനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ആലോചിച്ച് നോക്കാം. വളരെ ചെറുത്, നമ്മളിവിടെ ജനിച്ച കുട്ടികൾക്ക് ജോലിക്ക് വേണ്ടി എവിടെ പോവും? എന്താണ് ഇവിടെ തൊഴിൽ സ്ഥാപനം കൊടുക്കാത്തത്? എന്തിനാണ് CPM-കാരെ തടപ്പിക്കുന്നത്? ഇത് പറയുമ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. കോൺഗ്രസ്സുകാരും ലീഗുകാരും നമ്മുടെ ചങ്കാണ് കേട്ടോ. നമുക്ക് അവരോട് ചെറിയ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ചെറുതാണ്, കുഞ്ഞേതാണ്. 1957, 67 2 തവണ EMS അധികാരത്തിലുണ്ടായി. ഇപ്പോഴത്തെ 2 പാർട്ടിക്കാർക്കുള്ള ചെറിയൊരു കുറുക്ക് വൈദ്യമാണ് സാധനം. അന്ന് കേരളത്തിലെ ജനം ഫുള്ളായിട്ട് പശനി നടന്നു. കേരളത്തിലെ ജനം ഫുള്ളായിട്ട്, അതായത് റേഷനരി ആർക്കും കൊടുത്തില്ല. മാത്രമല്ല, ഇവിടുന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുപോകേണ്ട മുഴുവൻ സാധനങ്ങൾ സമയത്ത് നേരത്തെ കൃത്യമായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. മനസ്സിലായില്ലേ? അതായത് ഒരാൾക്ക് പണിയെടുത്താൽ 6 പൈസ കൂലി, 1 ലിറ്റർ അരിക്ക്, അന്ന് അളവാണ് ലിറ്റർ അരിക്ക് 3.5 രൂപ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ഇത് നിങ്ങൾക്ക് പൊറുക്കുമോ എന്നൊന്ന് നോക്കണം. അപ്പോൾ ശരിക്ക് 57, 67 സ്ഥിതിയിലേക്ക് അന്ന് ഇവിടെ കോൺഗ്രസ്സാണ് ഭരിച്ചിരുന്നത്. മനസ്സിലായില്ലേ? കമ്മ്യൂണിസമാണ് കേരളത്തിൽ ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടി ആയിട്ട് നിങ്ങളൊന്ന് താരതമ്യത്തിൽ കൊടുക്കണം. എത്ര തൊഴിൽ സ്ഥാപനം ഇവിടെ വന്നു, എന്തായിരുന്നു സ്ഥിതി എന്നൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കണം. ഇന്നും കേരളത്തിൽ ഇന്ന് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, 10 കൊല്ലമായി. പക്ഷേ ഒരാളുടെ ഒരു കംപ്ലൈൻറ്റും ഇതുവരെ എടുത്തിട്ടില്ല, ഒരു തൊഴിൽ സ്ഥാപനം കൊടുത്തിട്ടില്ല. ഒരു ക്രിമിനൽ കേസുകൾ ഉള്ള ഒരാളെയും ഇപ്പോൾ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും, എല്ലാ MLA-മാരും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അതായത് 10,000-കണക്കിന് ആളുകളെ കൊന്ന പ്രതികളാണ് ഇലക്ഷൻ കമ്മീഷൻ അവരെ നേരിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അടുത്ത് ഇലക്ഷൻ കമ്മീഷനോട് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ 6-ാം വാർഡിലെ മെമ്പർ റാഷിനെ കുറിച്ചിട്ട് ചെറിയൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ വരികയെന്ന് നോക്കാം. കാരണം അത് തരാനുള്ള ബുദ്ധിയൊന്നും കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കില്ല. ഞാൻ ഉദ്യോഗസ്ഥരോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരല്ലേ, വല്ലാത്ത വിദ്യാഭ്യാസമാണല്ലോ നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങൾ ഇത്ര വിദ്യാഭ്യാസമുള്ള ചുറ്റുപാടില്ല, എന്താ ഈ നട്ടലിലെ പൊളിഞ്ഞ ഒരാളെ അല്ലെങ്കിൽ കൊറോണ വൈറസിന് മരുന്നോ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ? എന്തേ ഇത്ര വിദ്യാഭ്യാസമുള്ള ആളുകൾ? എന്തേ അത് പറ്റില്ലേ? വേണ്ടേ? ഹൈക്കോടതി ജഡ്ജിമാരൊന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ എന്താ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാഞ്ഞത്? നാണല്ലേ നായിക്കളെ നിങ്ങൾക്ക്, ഞാൻ നിങ്ങളെ പറ്റിക്കാൻ. എങ്ങനെയുണ്ട്? നല്ല അസല കോമഡി അല്ലേ? 100% പൊതുജനങ്ങൾക്ക് പണി കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ വയസ്സന്മാർക്ക് 25,000 രൂപയെങ്കിലും മിനിമം പെൻഷൻ കൊടുക്കണമെങ്കിൽ, അതല്ലെങ്കിൽ 200 രൂപയുടെ രോഗം മാറുന്ന മരുന്ന് വേണമെങ്കിൽ ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരണം. അല്ലെങ്കിൽ നടക്കില്ല. അല്ലെങ്കിൽ ഒരൊറ്റ ലീഗുകാർക്കും ഒരു തങ്ങന്മാർക്കും വിവരമില്ല. അവർ ലീഗുകാരും തങ്ങന്മാരൊന്നുമല്ല, പൂർവ്വന്മാർ. വിദ്യാഭ്യാസമുള്ളവർ തണ്ടൽ പറഞ്ഞിട്ട് അത് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഞരമ്പ് വീക്ക് ശരിയാക്കാൻ പറ്റില്ല. നിങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി നോക്കി, ന്യൂറോളജി കോടിക്കണക്കിന് ആളുകളാണ് ചികിത്സയിൽ കിടക്കുന്നത്. ഇവർ 70-80 കൊല്ലായവരാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കി, കാല് മുറിക്കുക, തല മുറിക്കുക. നിങ്ങൾ കൂടുതൽ സംസാരിച്ച് ചെല്ലണ്ട, നിങ്ങളെ കഴുത്ത് മുറിക്കാൻ പറയാവന്മാർ. കാരണം MDMA ഉപയോഗിച്ചിട്ട് നല്ല ലെവലായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നീർക്കെട്ടിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങളവിടെ ചെല്ലണം, മജ്ജപ്പഴുത്തമൊക്കെ ചെല്ലണം. ഇവരെ പോയി കംപ്ലീറ്റ് കസാപ്പ് ചെയ്യാൻ പറയും. വിവരമില്ലാത്തവരാണ് മുഴുവൻ ഡോക്ടർമാർ. നിങ്ങളത് മനസ്സിലാക്കണം. MDMA ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ ഫിപ്പിരിയായിരിക്കുമ്പോഴാണ് നിൻ്റെ ചുറ്റുപാട്. ഇവരൊക്കെ എത്ര ക്ലാസ്സിലാണ് ഈ MDMA വലിക്കാൻ വേണ്ടിയിട്ട് എത്ര വിദ്യാഭ്യാസം നേടിയവരാ, എത്ര കോളേജ് സർട്ടിഫിക്കറ്റ് അവരെ കയ്യിലുള്ളതെന്ന് അറിയോ? ഭ്രാന്തുള്ളവരെ എന്തിനാ മോനെ കുറേ ആയുധങ്ങൾ. അപ്പോൾ എല്ലാവരും നോക്കുക, ഇത് ശരിക്കും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം നമ്മളെ റേഷനറി സമ്പ്രദായം നിലവിൽ വന്നത് എങ്ങനെയാണെന്ന് എനിക്കുള്ളൊരു അറിവ് ഞാൻ പറയാം. എൻ്റെ അറിവ് പരിപൂർണമായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് എടുത്തു വെക്കണ്ട, ഫുള്ളായിട്ട് തള്ളിക്കളയും വേണ്ട. എനിക്കറിയുന്ന അറിവ് മാത്രമാണ്. എൻ്റെ അറിവ് ലോകത്തിൻ്റെ അവസാനവും ആദ്യവും അല്ല, അത് നിങ്ങൾ കരുതണം. ഈ സാധനം വന്നതിൻ്റെ ഒരു ഉറവിടം എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരത്തെ കുറേ ആളുകൾ അവിടെ 10 സെൻറ്റ് സ്ഥലം വിറ്റാൽ 10 കോടി രൂപ കിട്ടും എന്ന് കരുതുക. അവർ വയനാട്ടിൽ പുൽപ്പള്ളി ഭാഗത്തു കൂടെ ഒക്കെ സുൽത്താൻ ബത്തേരിയിലൊക്കെ സ്ഥലം വാങ്ങി.
സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞാൽ നല്ലോണം വാങ്ങി. കാരണം ഈ അവിടെ 10 സെൻറ്റാണ് വിറ്റെങ്കിൽ ഇവരെ 2000 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അതിൽ റബ്ബറും കുരുമുളകും ഏലും ചായപ്പൊടിയൊക്കെ വെച്ച് പിടിപ്പിച്ചു. അത് പിടിപ്പിച്ചിട്ട് ഈ സാധനം വിറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ദർഭം ഉണ്ടാക്കി. ഈ കോൺഗ്രസ്സുകാർ ഭയങ്കര ഭൂലോക വിളവന്മാരാണ്. ജവഹർലാൽ നെഹ്റുവിനായിട്ടൊരു പങ്ക് ചേർന്നു. എന്നിട്ട് ഏലവും കാപ്പിയും കുരുമുളകും ഇങ്ങോട്ട്, റേഷനരി അങ്ങോട്ട് എന്നൊരു സമ്പ്രദായമാണ്. അതാണ് എൻ്റെ സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ നെഹ്റു കണക്കാക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഇന്ത്യയിൽ ഇങ്ങനെ സമ്പ്രദായം. അപ്പോൾ 29 സ്റ്റേറ്റിനും പെട്ടു ഇന്ത്യയിൽ. അതിൽ നല്ലൊരു ശതമാനം പട്ടാളക്കാർക്ക് 60% അരി പിടിച്ചു വെക്കാനും ഈ സാധനം കൊടുക്കാനുള്ളൊരു തീരുമാനം ഇട്ടു. ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ റേഷൻ, ഒരു വീട്ടിൻ്റെ മുഴുവൻ സാധനങ്ങളാണ് റേഷൻ സമ്പ്രദായം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സമ്പ്രദായം. അത് കേരളത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, കേരളത്തിലിപ്പോൾ ആകെ ഒരൊറ്റ സാധനമുള്ള അത് അരി മാത്രമാണ്. മറ്റുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ നെഹ്റു ഞാൻ ഇവിടുന്ന് കുഴിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ പറഞ്ഞാലും പോലും അത് ഇവിടെ ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഇതിൻ്റെ മുമ്പ് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്ത് 5 ലിറ്റർ മണ്ണെണ്ണയും ഗോതമ്പും പിന്നെ 3 കിലോ പഞ്ചസാരയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അവരൊക്കെ പോയില്ലേ. അപ്പോൾ ഇതാണ് റേഷൻ സമ്പ്രദായം, മനസ്സിലായില്ലേ? അന്ന് ഇവിടെ ഒരുപാട് കൊപ്പര കമ്പനികളും എണ്ണ മില്ലുകളും തുണി മില്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തുണി നെയ്യുന്ന ആൾക്കാർ ആദ്യമായി തുണി കണ്ടുപിടിക്കുന്ന ഒരു പട്ടാമ്പിക്കാരാണ്. മനസ്സിലാവണം, ആദ്യമായിട്ട് തുണി കണ്ടുപിടിക്കുന്നത് പട്ടാമ്പിക്കാരാണ്. നൂല് നെയ്തിട്ട് തൂർത്തുമുണ്ടോ കള്ളിത്തുണി ഉണ്ടാക്കിയിട്ട്, കള്ളിത്തുണി എന്ന് പറഞ്ഞാൽ വെള്ളയാണ് ഉണ്ടാക്കുന്നത്, അവർക്ക് കളർ മുക്കാറൊന്നും അറിയില്ല. അതിൻ്റെ കാലങ്ങൾക്ക് ശേഷമാണ് ആ കളറൊക്കെ ടൂൺ ചെയ്തിട്ടൊക്കെ വരുന്നത്. ആ സാധനമാണ് ഇടുന്നത്. അപ്പോൾ അവരിത് കൊണ്ടുപോയിട്ട് ഒരു കള്ളിത്തുണി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഒരു തോർത്തുണി ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അതിനെ അരി മേടിക്കും, എന്നിട്ട് അതേറ്റ് ജീവിച്ചിരുന്നു. അതായത് അന്ന് കൊല്ലത്തിൽ ഒരു തവണ അരി ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകുമ്പോൾ ഇവർ 2 നേരം അരി ഭക്ഷണം, ഒരു ദിവസം 2 നേരം കഴിക്കുന്നവർ ഈ തുണി ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, മനസ്സിലായില്ലേ? എനിക്കത് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയാക്കേണ്ടി വന്നതാണ്. കാരണം ഞാൻ എൻ്റെ ഉപ്പാടെയും മൂത്താപ്പാടെയും തോള് കയറി നടന്നിട്ട് രാത്രി 2 മണിക്ക് 1 പൈസക്ക് പിന്നെ ഒരു ചായയും ഒരു കടിയും ഉപയോഗിച്ചിരുന്ന ആളാണ്. ഒരു ചായ ഒരു കടി എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ളതാണ്, കരത്തപ്പം അല്ല ഇത്രയും വലിപ്പമുള്ള ഉണ്ട ഒക്കെ കഴിച്ചിരുന്നതാണ്. അപ്പോൾ എൻ്റെ വാപ്പാടി മൂത്താപ്പാടി പിന്നെ മൂത്താപ്പം മരിച്ചിട്ട് കാലങ്ങളായി. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരുപാട് സമയം അറഫയിൽ വെച്ച് ഹജ്ജിന് പോകുന്ന സ്ഥലത്ത് വെച്ച് ദുആ ചെയ്തതാണ്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ ആഹാരം നന്നായി കൊടുക്കണം, അവരെ പരലോകം വിജയത്തിലാക്കട്ടെ. കാരണം വളരെയധികം ദരിദ്രം പിടിച്ച് 5 കുട്ടികളെ മരിച്ചിട്ട് മയ്യത്ത് സ്വന്തം തൊടുവിൽ മറയതു. ഇത് മുസ്ലിംകാരത്തത് കേൾക്കുന്നുണ്ടാവില്ല കേട്ടോ. തൊടുവിൽ മറവ് ചെയ്തു. അതിൽ 4 കുട്ടികളുടെ മയ്യത്ത് നിൽക്കുന്നത് എൻ്റെ സ്ഥലത്തിൻ്റെ തൊട്ട് താഴെയാണ്, മനസ്സിലാക്കണം. അതിൻ്റെ മുമ്പ് അതിൻ്റെ മേലുള്ളത് വേറെയുമുണ്ട്. അപ്പോൾ പിഞ്ച് കുട്ടികളൊക്കെ അന്ന് രോഗം അതാക്കിയിട്ട് കരൾ രോഗം വന്നിട്ടാണ് മരിക്കുന്നത് എന്നും കൂടി നിങ്ങൾ കരുതണം. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെ. അവർ മുസ്ലിം സമുദായമൊക്കെ വലിയ കൊമ്പും കോപ്പൊക്കെ പറയും. നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇവിടുത്തെ പൊതുജനം കേൾക്കണം. നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇവിടുത്തെ ഈ ലീഗുകാർ ഇടപെടില്ല, കോൺഗ്രസ്സുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ CPM നിങ്ങളെ ഒരു പരാതി എടുക്കില്ല. അവന്മാർക്ക് പരാതിയൊന്നുമില്ല, അവർക്ക് ഭരിക്കണം എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അന്നം തിന്നുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ പിന്നെ അവർ മറ്റുള്ളവരൊക്കെ പിന്നെ കണ്ണുപിടിയൊക്കെ കാട്ടിയിട്ട് ഓടിക്കുക. കേരളത്തിലെ നിയമസഭ ലീഗൽ അസംബ്ലി എന്നൊക്കെ പറയുമ്പോൾ ആട്ടി ഓടിക്കുക. എന്താ കാരണം? അതിൽ ഒരു ലേശം ഇങ്ങനെ വീട്ടിൽ നോക്കിയിട്ട് നിൽക്കുക. 5 കൊല്ലം തേഞ്ഞ പിടിച്ച് പുറത്തേക്കാക്കും, അതിൽ യാതൊരു സംശയമില്ല. കാരണം അവിടെ ഇരുന്നാൽ മര്യാദക്ക കാര്യങ്ങൾ ചെയ്യുക ഇതുവരെ അദ്ദേഹത്തിന് പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് പൊതുജനങ്ങളോട് പെരുമാറേണ്ടത്, പിന്നെ പൊതുജനങ്ങൾ പറഞ്ഞാൽ അവർ ഫോൺ എടുക്കണം, എന്നിട്ട് അവരെ പരാതികൾ പരിഗണിക്കണം എന്നൊന്നും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാൾക്കും ഇതുവരെ മനസ്സിലായില്ല, ലീഗർക്കും മനസ്സിലായില്ല. പക്ഷേ പൊതുജനം മനസ്സിലാക്കി തരും. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്തിനാണ് CH സെൻറ്ററിൽ പിന്നെ ഈ കിഡ്നി ഡയാലിസിസ് തുടങ്ങിയിട്ടുള്ളത്? എന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ അവർക്ക് പിന്നെ ഈ ഡയാലിസിസ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഒരാളുടെ രോഗം മാറ്റണം വരുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് രോഗം മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് ചിന്തിക്കുന്നത്. ഇത്രയേറെ വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ മോശമാണ്. മോശം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ല.
അതിന് ബുദ്ധി വേണ്ടല്ലേ? അതിന് നിങ്ങൾക്ക് ബുദ്ധി വേണ്ടേ? മോശം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ലീഗരെ? ഉള്ളതില്ലേ ലീഗിൽ നല്ല ആളുകളൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും അല്ല ഈ പറഞ്ഞു കേട്ടോ. ഇതിൽ കുറേ കൃമികളുണ്ട്, അവരുടെ കാര്യം മാത്രമാണ്. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും.